ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ സാധാരണ ഉടായ്പ സ്റ്റോറി ഒന്നല്ല. ഒരാള് അറിയാണ്ട് ഒരു ടൈം മെഷീൻ ഉണ്ടാക്കുന്നു, അതിന്റെ അകത്തേക്ക് കയറി പോകുന്നു, എന്നിട്ട് വേറെ കാലഘട്ടത്തേക്ക് പോകുന്നു. പക്ഷേ ഈ ഇൻസിഡന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താ വെച്ചാൽ ഇതിനെ ബാക്ക് ചെയ്യുന്ന ഒരുപാട് സയന്റിഫിക് ഡേറ്റാസ് ആണ്. അത് മാത്രമല്ല, ഈ ടൈം ട്രാവൽ ചെയ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്. ഇദ്ദേഹത്തിന് ടൈം മെഷീൻ പ്രോജക്ട് സ്പോൺസർ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോ ഇതൊരു സ്റ്റോറി എന്നുള്ളൊരു സെൻസിൽ നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ഞാൻ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. 1995 മിസൂരി എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് US-ലുള്ള ഒരു സ്ഥലമാണ്. അവിടെ മൈക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരുപാട് DIY ആക്ടിവിറ്റീസ്, ഇതേപോലെ സയന്റിഫിക് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൈൻഡുള്ള ഒരാളായിരുന്നു. അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇദ്ദേഹം ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളിപ്പോ ഇമേജിൽ കാണുന്ന ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മെറ്റൽ റോഡ്സും കാണാൻ പറ്റും. അതൊരു തരത്തിൽ V ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ നടുക്കാണെങ്കിൽ ഇതേപോലെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ആർക്ക്, ഒരു പ്ലാസ്മ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എയർ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമ്മുടെ അന്തരീക്ഷം ശരിക്കും കണ്ടക്ട് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ഇടിമിന്നലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എയർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് ശരിക്കും ഇടിമിന്നൽ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ്നിങ് ഉണ്ടാവാൻ കാരണം അത്രയധികം വോൾട്ടേജ് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും വോൾട്ടേജ് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കണ്ടക്റ്റീവ് അല്ലാത്ത ആ ഒരു എയർ എന്ന് പറയുന്ന ഒരു മീഡിയം അയനൈസ് ചെയ്തിട്ട് അത് കണ്ടക്ടറായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും ലൈറ്റ്നിങ്ങിന്റെ ഇവന്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുകയാണ് ശരിക്കും ജേക്കബ്സ് ലാഡറിൽ ഉണ്ടാവുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന രണ്ട് ഇലക്ട്രിക് റോഡ്സിലൂടെയും ഒരു ഹൈ ഇനഫ് ഇലക്ട്രിസിറ്റി, ഒരു വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അതിന് നടുക്കുള്ള ആ ഒരു എയർ, അതിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞ് അത് അയണൈസ് ചെയ്തിട്ട് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ മൈക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത ജേക്കബ്സ് ലാഡറിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഒരു 18 ഇഞ്ച് ഇത്ര ഹൈറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയൊരു അപ്പാരറ്റസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 2000-ഓളം വോൾട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 2000 വോൾട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പഴയ മൈക്രോവേവിന്റെ അകത്തുള്ള കമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു 2000 വോൾട്ട് ഇദ്ദേഹം അച്ചീവ് ചെയ്തെടുത്തത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ട് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർ മീഡിയം, ഇത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ നടുക്കുള്ള ആ ഒരു എയർ അയണൈസ് ചെയ്യണം. അപ്പോൾ എയർ പെട്ടെന്ന് അയണൈസ് ആവണമെങ്കിൽ എയർ ചൂടായിരിക്കണം. നോർമലി ഈ ഇലക്ട്രിക് കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള എയർ ഇങ്ങനെ ചൂടാവേണ്ടതാണ്. പക്ഷേ ഇത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അവിടെ മഴ പെയ്തു എന്ന് വെച്ചോ, അവിടെ ഹ്യൂമിഡിറ്റി കൂടും. അപ്പൊ ഈ പറയുന്ന ഒരു ടെമ്പറേച്ചറിന്റെ വ്യത്യാസം അവിടെ വരും. ഇപ്പോൾ കാറ്റടിച്ചു എന്ന് വെച്ചോ, അവിടെ ഉള്ള ഒരു ചൂടിന്റെ വ്യത്യാസം അവിടെ വരും. അതായത് നമുക്ക് ഇവിടെ ഒരു പെർഫെക്റ്റ് പ്ലാസ്മ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആർക്ക് കിട്ടണമെങ്കിൽ വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അവിടെ. അതല്ല, വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഈ രണ്ട് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഇലക്ട്രിക് ആർക്ക് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കണം. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇതിലൂടെ പാസ് ചെയ്യുന്നത് ഈ പറയുന്ന 2000 വോൾട്ട്സ് ഒക്കെയാണ്. അപ്പോൾ അത് അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സൊല്യൂഷൻ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിന് നടുക്കുള്ള ഒരു എയർ എങ്ങനെയെങ്കിലും ചൂടാക്കുക, അതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. മൈക്കിന് അത്യാവശ്യം സൂത്രപ്പണികളുടെ ഒരു ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി. അതായത് ലേസർ ഉപയോഗിച്ചിട്ട് ഈ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു എയർ സ്പേസ് ചൂടാക്കാൻ പറ്റുന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. കാരണം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് വേറെ ഒന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 21 വയസ്സ് മാത്രമാണ്. ലേസർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ലേസർ ബീം തന്നെ വേണ്ടി വരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഐഡിയ എന്താ വെച്ചാൽ ഈ പറയുന്ന പഴയ CD പ്ലേയേഴ്സ് ഒക്കെ ഇല്ലേ, അതിന്റെ അകത്ത് CD റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതേപോലെ പവർഫുൾ ആയിട്ടുള്ള ലേസർ ബീംസ് ആണ്. അപ്പോൾ അതിന്റെ അകത്തുനിന്നുള്ള ലേസർ നമ്മൾ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രൊജക്ടിന് പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ ഇതിനെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് മൈക്കിന്റെ ഒരു എക്സ്പെരിമെന്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്താ നോക്കിയപ്പോൾ വോൾട്ടേജ് പോരാ എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായത്. 2000 വോൾട്സും പോരാ, അതിന് കൂടുതൽ വോൾട്സ് ഉണ്ടെങ്കിലാണ് ഇത്ര ഹൈറ്റ് വരുന്ന ആ ഒരു ജേക്കബ്സ് ലാഡർ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൈ കൊണ്ട് വൈൻഡ് ചെയ്ത് ഉണ്ടാക്കി. ഈ ട്രാൻസ്ഫോമറിന്റെ റിസീവർ സൈഡിന് ഏകദേശം 400-ഓളം വൈൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇദ്ദേഹം കൈ കൊണ്ട് ഇങ്ങനെ മാനുവലി വൈൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്.
മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു DIY പ്രൊജക്റ്റ് ആണ് ശരിക്കും നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങും അതിന്റെ വോൾട്ടേജ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 400 വൈൻഡിങ്സോളം ഇതിനകത്തുണ്ടെങ്കിൽ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 20,000-ഓളം വോൾട്ടേജ് ആണ് ഈ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കേവലം 18 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ഒരു അപ്പാരറ്റസിന്റെ അകത്തേക്ക് 20,000 വോൾട്ട്സ് ആണ് ഇടുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിന് പേടി എന്നുള്ള ഒരു സംഭവം ഇല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒന്നും നോക്കിയില്ല, ഒരു സ്പൂസിലും ഇല്ലാണ്ട് ഈ 20,000 വോൾട്ട് ഈ പറഞ്ഞ സംഭവത്തിലേക്ക് അങ്ങനെ ഡയറക്ട്ലി കണക്ട് ചെയ്തു. ഈ പ്രാവശ്യം മൈക്കിന് വളരെ ഹൈ ഹോപ്സ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഈ സംഭവത്തെ ഡയറക്ട്ലി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഒക്കെ ഓൺ ചെയ്ത് ലേസറൊക്കെ കണക്ട് ചെയ്തിട്ടും ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല. ഈ പറയുന്ന ആർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഒരു ചെറിയ ആർക്ക് പോലും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നിരാശയിൽ ഇദ്ദേഹം ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു സംഭവം, ഒരു വേവ് പോലത്തെ ഒരു സംഭവം. ഇപ്പൊ വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടുള്ള റോഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു സാധനം ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ അതിന്റെ നോസിലൂടെ ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു തിക്കായിട്ടുള്ള ഫ്യൂംസ് പോകുമ്പോൾ ഒരു വേവ് കണ്ടിട്ടില്ലേ? അതേപോലത്തെ ഒരു സംഭവം ഇദ്ദേഹം ഈ ഒരു ജേക്കബ് സ്ലാറ്റർ, അതായത് ആ എക്സ്പെരിമെന്റ് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. ഏകദേശം 8 ഇഞ്ചോളം ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ രീതിയിലാണ് ശരിക്കും ഈ ഒരു സംഭവം അതിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്ടത്. ഈ സമയം കൊണ്ട് ഇദ്ദേഹത്തിന്റെ സയന്റിഫിക് കാലിബർ എന്തോരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു ഫിനോമിനൻ കണ്ടപ്പോൾ, ഇദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോൾ ഇദ്ദേഹം ആദ്യം ഒന്ന് പതറിയെങ്കിലും അധികം ഒന്നും പേടിച്ചില്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ മുന്നിൽ വന്നതെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം ചെറിയൊരു സൂത്രപ്പണി ചെയ്തു. തൊട്ടടുത്ത് ഒരു സ്ക്രൂ അടപ്പുണ്ടായിരുന്നു, അത്യാവശ്യം വലിയൊരു സ്ക്രൂ അടപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഈ ഒരു സംഭവത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു. ഇത്ര നേരം കുഴപ്പമുണ്ടായില്ല. ആ ഒരു സ്ക്രൂ അദ്ദേഹം എറിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അതിങ്ങനെ വിട്ട് ആ ഒരു സംഭവത്തിന്റെ അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാർ വിചാരിക്കുക എന്താ, ആ സ്ക്രൂ അതിനകത്തൂടെ കയറിപ്പോയിട്ട് അപ്പുറത്തേക്ക് വീഴുന്നല്ലേ വിചാരിക്കുക. പക്ഷെ അത് അതിനകത്തേക്ക് കയറിപ്പോയി, അത് താഴത്തേക്ക് വീണില്ല. അദ്ദേഹം എറിഞ്ഞ ഒരു സ്ക്രൂ അത് ഈ ഫിനോമിനന്റെ അകത്തേക്ക് കയറിപ്പോയിട്ട് അത് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിപ്പോയി, മാഞ്ഞുപോയി. ഒരു തരത്തിലെ സയൻസ് ഫിക്ഷൻ സിനിമ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവാം. ഇദ്ദേഹം അത്യാവശ്യം സയന്റിഫിക് കാലിബർ ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ഈ സ്ക്രൂ അതിന്റെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വേപ്പറൈസ് ആയിപ്പോയി, ഇത് ഇല്ലാണ്ടായി പോയി എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. കാരണം 20,000-ഓളം വോൾട്ടാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം കൊടുത്തത്. അപ്പൊ ലോജിക്കൽ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഇദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ സൈഡിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ ഇദ്ദേഹം അതിന്റെ അകത്തേക്ക് എറിഞ്ഞ സ്ക്രൂ ഒരു 2-3 അടി മാറിയിട്ട് ഒരു 2-3 സെക്കൻഡിന് ശേഷം ഇദ്ദേഹത്തിന്റെ സൈഡിൽ വന്നിങ്ങനെ വീണതാണ് ശരിക്കും സംഭവിച്ചത്. അതായത് സ്ക്രൂ അതിന്റെ അകത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു, ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞു, കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് ഈ സ്ക്രൂ എവിടെ നിന്ന് പ്രതീക്ഷപ്പെട്ട് അവിടെ താഴത്തേക്ക് ഇങ്ങനെ വീണു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കാം. നിങ്ങൾ ഇതേപോലെ കറണ്ടി കുത്തി എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ പറന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പേനയൊക്കെ എടുത്ത് അതിനകത്തേക്ക് എറിഞ്ഞ് അപ്പൊ അതിന്റെ അകത്ത് നിന്ന് മാഞ്ഞു പോയൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പേന നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് വീണ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളായിരിക്കും പോകുന്നത്? അതേ ചിന്തകൾ തന്നെയാണ് 21 വയസ്സുള്ള മൈക്കിന്റെ മനസ്സിലൂടെയും പോയത്. ചുമ്മാ ഒരു രസത്തിന് ഇടിമിന്നൽ ഉണ്ടാക്കാൻ നോക്കി പുള്ളി ഒരു ടൈം ട്രാവൽ മെഷീൻ ഉണ്ടാക്കിയ ഒരു അവസ്ഥയാണ് ശരിക്കും ഇവിടെ ഉണ്ടായത്. അപ്പൊ ഇദ്ദേഹത്തിന് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായത്, അതായത് ഇദ്ദേഹം ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തതാണോ അതോ ഇതേപോലെ ഒരു ടൈം മെഷീൻ ഉണ്ടാക്കിയതാണോ എന്നുള്ളത്. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ സൈഡിലുള്ള ഓരോരോ സാധനങ്ങൾ ഈ ഒരു സംഭവത്തിന് അകത്തേക്ക് എറിഞ്ഞിങ്ങനെ തുടങ്ങി. അപ്പോഴുണ്ട് ഈ സംഭവങ്ങൾ എറിഞ്ഞ് അതിനകത്തേക്ക് കയറിപ്പോവും, പക്ഷെ അത് റീഅപ്പിയർ ചെയ്യുന്നത് 1-2 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ്. അതായത് ഒരു തരത്തിൽ പോർട്ടൽ പോലത്തെ ഒരു സംഭവമായിട്ടാണ് ശരിക്കും ഇദ്ദേഹത്തിന് ആദ്യം തോന്നിയത്. അങ്ങനെ ഉള്ള സാധനങ്ങൾ മുഴുവൻ ഇദ്ദേഹം ഇതിനകത്തേക്ക് എറിഞ്ഞ് ഇദ്ദേഹത്തിന്റെ രസം പിടിച്ചു പോയപ്പോഴുണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു മേക്ക് ഷിഫ്റ്റ് ട്രാൻസ്ഫോമർ ഇല്ലേ, അത് ഓവർലോഡായിട്ട് പൊട്ടിത്തെറിച്ചു. ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ട ഒരു ഇലക്ട്രിസിറ്റി അവിടെ കട്ടായി പോയപ്പോൾ ഈ പറയുന്ന പോർട്ടലും അവിടെ ഇല്ലാണ്ടായി പോയി. അവിടെ ഒരു കംപ്ലീറ്റ് ഓക്വേർഡ് സൈലൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇദ്ദേഹം എന്താണ് ശരിക്കും ഇവിടെ വിറ്റ്നസ് ചെയ്തത്? എന്തൊക്കെയാണെങ്കിലും മൈക്കിനൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നുള്ള രാത്രികൾ മൈക്കിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അതായത് ഇദ്ദേഹം എന്താണ് ചെയ്തത്, എന്താണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്? അപ്പോ അത് ഒന്നുകൂടി ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോ ഇദ്ദേഹം നിസ്സാരത്തിലൊന്നും പോയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു 18 ഇഞ്ച് മാത്രമായിട്ട് നിർത്തിയില്ല. ഏകദേശം 8 അടിയോളം ഹൈറ്റുള്ള അപ്പാരറ്റസ് ആണ് ഇദ്ദേഹം ഈ പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തത്. 18 ഇഞ്ച് അപ്പാരറ്റസിന് വർക്ക് ചെയ്യണമെങ്കിൽ 20,000 വോൾട്ട്സ് വേണ്ടി വന്നു. അപ്പോൾ 8 അടി ഉയരമുള്ള സംഭവത്തിന് എന്തോരം കറണ്ട് വേണ്ടി വരും? മിനിമം ഒരു പവർ ഗ്രിഡിൽ ഉപയോഗിക്കുന്ന ക്ലാസ്സിലുള്ള ഒരു ട്രാൻസ്ഫോമറിന്റെ ആവശ്യം അവിടെ വേണ്ടി വരും. എന്നാലാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു ആക്സിഡന്റൽ ഡിസ്കവറി ഒന്നുകൂടി റീഡിസ്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുമ്പോൾ ആരുടെ കയ്യിലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആദ്യം നിരാശപ്പെട്ടു. പിന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നിയത്.
ഇദ്ദേഹം താമസിക്കുന്നതിന്റെ അടുത്ത് ഒരു പവർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പേര് കിങ് സിറ്റി പവർ സ്റ്റേഷൻ, അങ്ങനെ എന്തോ ആണ്. ഈ പവർ സ്റ്റേഷന്റെ ആണെങ്കിൽ ഒരുപാട് ഉപയോഗിക്കാത്ത രീതിയിൽ കിടക്കുന്ന ട്രാൻസ്ഫോമേഴ്സ് ഇദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ എക്സ്പെരിമെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കിന് എന്താണോ വേണ്ടത് അത് അവിടെ വെറുതെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം വെറുതെ വിടൂലല്ലോ. നേരെ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ഒരു മിനി ട്രക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഈ ട്രാൻസ്ഫോമേഴ്സ് നൈസ് ആയിട്ട് അവിടെ നിന്ന് അടിച്ചു പറ്റി. മൈക്കിന് ഈ എക്സ്പെരിമെന്റ് വീണ്ടും കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് അതൊന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. ഇതൊരു DIY പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരാഴ്ചക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആയി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം മൈക്ക് ഈ പറയുന്ന പോർട്ടൽ ഉണ്ടാകുന്ന ഒരു മെഷീൻ ഉണ്ടാക്കി. അതായത് ഈ പറഞ്ഞ ജേക്കബ്സ് ലാഡർ ആണ്, അതിന്റെ മോഡിഫൈഡ് വേർഷൻ ആയിട്ടുള്ള ഈ സംഭവം ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഇത് ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് മെയിൻസിലേക്ക് കണക്ട് ചെയ്യുക, ഓൺ ചെയ്യുക, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം വെപ്രാളം പിടിച്ചുകൊണ്ട് ധൃതിയോടെ ഈ ഒരു സംഭവം നേരെ പ്ലഗിൽ കൊണ്ടേ കുത്തി ഓൺ ആക്കി. ഒരു കൊമേഴ്ഷ്യൽ ഗ്രേഡ് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും, കാരണം നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശബ്ദം ഉണ്ടാവുകയും ഈ പറഞ്ഞ സ്പാർക്ക് പോലത്തെ ഒരു സംഭവം ഇതിനകത്തോടൊക്കെ ഇങ്ങനെ പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പണിയുടെ റിസൾട്ട് ആയിട്ട് ആ പ്രദേശത്തെ മൊത്തം കരണ്ട് പോയി. പക്ഷെ മൈക്കിന് അതൊന്നും പ്രശ്നമല്ല. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് അവിടെ മിസ്റ്റേക്ക് വന്നത്, എന്തായിരിക്കാം അവിടെ പറ്റിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ കറണ്ട് വന്നു. അപ്പൊ കറണ്ട് വന്നപ്പോൾ ഉണ്ട് ഇദ്ദേഹം നേരെ ഓടി എങ്ങനെ ശരിയാക്കും അങ്ങനെയുള്ള സംഭവത്തിന്റെ പുറകെയായിരുന്നു ഇദ്ദേഹം പോയത്. എന്താണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഈ തവണ നേരത്തെ പോലെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. പെർഫെക്റ്റ്ലി ഒരു പോർട്ടൽ പോലത്തെ ഒരു സംഭവം. നേരത്തെ 8 ഇഞ്ചാണെങ്കിൽ ഈ പ്രാവശ്യം ഒരു 2-3 അടി ഡയമീറ്ററിൽ ഒരു വലിയ പോർട്ടൽ പോലത്തെ ഒരു സംഭവം ശരിക്കും അവിടെ ഓപ്പൺ ആയത്. അപ്പോൾ ഈ പോർട്ടലിന്റെ അകത്തേക്ക് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ കിടക്കുന്ന റാൻഡം സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ എറിയാന്നുള്ളതാണ്. അപ്പോൾ ഇനി എറിയുമ്പോൾ ഉണ്ട്, നേരത്തെ ആണെങ്കിൽ ഈ സംഭവം റീഅപ്പിയർ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ പോർട്ടലിന്റെ വലിപ്പം കൂടിയതായതുകൊണ്ടാണോ എന്നറിയില്ല, സാധനം എറിയുന്നത് മാത്രമല്ല, അത് തിരിച്ച് റീഅപ്പിയർ ചെയ്യുന്നില്ല. ഒരു തരത്തിൽ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് ഒരു സംഭവം കയറിപ്പോയിട്ട് തിരിച്ചു വരാത്തൊരവസ്ഥയില്ലേ, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല, ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരന്മാരുടെ ഇടയിലും ഉണ്ടാവും ഒരു കൗതുകം കൂടി ഒരുത്തൻ. അപ്പോൾ അവനും ഒരു സംശയം ഉണ്ടായി. അതായത് അത്യാവശ്യം വലിയൊരു ഒബ്ജക്റ്റ്, ഒരു സോഫ പോലത്തെ ഒരു സംഭവം അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പോൾ അത് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന് കൗതുകം തോന്നി. ആ കൗതുകം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തിറങ്ങുന്ന സോഫ എടുത്തിട്ട് അതിന്റെ അകത്തേക്ക് എല്ലാവരും കൂടി പിടിച്ച് അതിനകത്തേക്ക് ഇങ്ങോട്ട് ഇട്ടു. ഇവിടെ കൗതുകമൊന്നുമില്ല, ആ ഒരു സംഭവം വാനിഷ് ആയിപ്പോയി. എങ്ങോട്ടൊന്നില്ലാണ്ട് ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ആയിപ്പോയി. അങ്ങനെ മൈക്കിന്റെ കൂട്ടുകാരും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ പറക്കി എറിയുമ്പോഴുണ്ട് ഡോറിൽ ആരും ഇങ്ങനെ മുട്ടുന്ന കേൾക്കുന്നത്. അതായത് മൈക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ട്രാൻസ്ഫോമർ മോഷ്ടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ മോഷ്ടിച്ചു എന്നുള്ളൊരു കേസും ഈ പറയുന്ന നെയ്ബേഴ്സ് ഒരുപാട് കംപ്ലൈന്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതായത് എന്തോ കറണ്ട് കൊണ്ട് ഈ പിള്ളേരെ എന്തൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അവരോട് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി ആയപ്പോൾ മൈക്ക് പെട്ടു. മൈക്കിനെ പിടിച്ച് ജയിലിലിട്ടു. ഏകദേശം 6 മാസത്തോളം മൈക്ക് ജയിലിൽ തന്നെയായിരുന്നു. ജയിലിലുണ്ടായിരുന്ന 6 മാസം മൈക്ക് വെറുതെ കളഞ്ഞില്ല. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രൊജക്ട് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യണം, ഒന്നുകൂടി ഇംപ്രൂവൈസ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ശരിക്കും ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. മൈക്കിനെ അറസ്റ്റ് ചെയ്ത ഒരു സമയത്ത് മൈക്കിന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ആക്സിഡന്റ് ഡിസ്കവർ ചെയ്തു, ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി, അതിനകത്ത് ഇങ്ങനെ കയറിപ്പോയിട്ട് എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു പോലീസ് ആയതുകൊണ്ട് തന്നെ അവരിതിനെ ചെവിക്കൊണ്ടില്ല, കാരണം ചെറിയൊരു പയ്യനാണല്ലോ. അപ്പോൾ അത് അങ്ങോട്ട് വിട്ടു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റോറി, അതായത് ഒരു പയ്യൻ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറി ഇല്ലേ, അത് പയ്യന് വെർബലി സ്പ്രെഡ് ആവാൻ തുടങ്ങി. അത് ഫേമസ് ആയി. അതിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ന്യൂസിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അങ്ങനെ വേണ്ട ബഹളമായി. അതായത് മൈക്ക് ജയിലിൽ സ്പെൻഡ് ചെയ്ത ഒരു 6 മാസം കൊണ്ട് മൈക്ക് ഒരു ചെറിയ സെലിബ്രിറ്റി പോലെ. അങ്ങനെ ഈ വാർത്തകളൊക്കെ കേട്ടറിഞ്ഞുകൊണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് പേഴ്സൺ, അദ്ദേഹത്തിന്റെ പേര് ആർത്തർ വില്യം ബെൽ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇദ്ദേഹം ഇതേപോലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവത്തിനോടൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളാണ്. അതായത് ഈ പറഞ്ഞ UFO ആയിക്കോട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ തലയിടുന്ന ഒരു ടൈപ്പ് ആളാണ്. ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്ട് വിടില്ല, അങ്ങനത്തെ ഒരു മനുഷ്യരായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്ക് എപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ തന്നെ മൈക്കിനെ പിടിച്ചിട്ട് ഒരു ഇന്റർവ്യൂ അങ്ങനെ നടത്തി. ആർത്തർ വില്യം ബെൽ എന്ന് പറയുന്ന അദ്ദേഹം നിസ്സാരക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സിനോടും അങ്ങനെയുള്ള സംഭവത്തിനോടൊക്കെ വളരെയധികം കമ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മൈക്കിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അത്യാവശ്യം സയന്റിഫിക്കലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ഈ കമ്പോണന്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതൊരു ടെക്നിക്കൽ കോൺവെർസേഷൻ ആണ് ശരിക്കും ആ ഒരു ഇന്റർവ്യൂവിനകത്തുള്ളത്.
അതായത് ഓദർ വില്യമിന് കാര്യങ്ങളൊക്കെ അറിയാം. അതായത് ഇപ്പൊ ഒരു കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ടെക്നിക്കൽ നോളജ് ഉണ്ട്. ഓദർ വില്യം കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മൈക്കിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഇല്ല. അതായത് കപ്പാസിറ്റർ എന്താന്നുള്ളത് അത് അറിയാവുന്ന ആള് പറയുന്നതും അത് പഠിച്ചല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി ഓദറിന് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ആ ഒരു ഇന്റർവ്യൂ, 2 ടെക് പേഴ്സൺസ് തമ്മിലുള്ള ആ ഒരു ഇന്റർവ്യൂ, അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ അകത്ത് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്നൊക്കെ പറയുന്നത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള മൈക്കിന്റെ തലയുള്ള ആ ഒരു ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം കൗതുകം തോന്നി. ഈ ഒരു ഇന്റർവ്യൂവിൽ മൈക്ക് എന്താണ് അവിടെ അച്ചീവ് ചെയ്തെടുത്തത്, മൈക്ക് എന്താണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അത് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ഇന്റർവ്യൂറിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. സർപ്രൈസ് എന്താ വെച്ചാൽ ഈ ഇന്റർവ്യൂയുടെ ബ്രോഡ്കാസ്റ്റിന് ശേഷം ഒരുപാട് ആൾക്കാർ മൈക്കിന്റെ പ്രൊജക്ടിനെ ഫണ്ട് ചെയ്യാം, സ്പോൺസർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വോളണ്ടിയർ ആയിട്ട് ഇങ്ങനെ വന്നു. ഈ ഒരു സമയം കൊണ്ട് മൈക്കിന്റെ സ്വഭാവം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ആ ഒരു സംഭവത്തെ അച്ചീവ് ചെയ്തെടുക്കണം എന്നുള്ള ഒരു മൈൻഡാണ് ഇദ്ദേഹത്തിനുള്ളത്. ആ ഒരു സമയത്താണ് പൈസ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത്. അദ്ദേഹം വെറുതെ വിട്ടില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുതലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്തു. ടീം എന്ന് പറയുന്ന ഒരുപാട് റിസർച്ച് സ്കോളേഴ്സ്, ഒരുപാട് സയന്റിസ്റ്റുമാരുണ്ട്, ഒരു വമ്പൻ ടീം തന്നെ അദ്ദേഹം ബിൽഡ് ചെയ്തെടുത്തു. അങ്ങനെ നീണ്ട ഒരു വർഷത്തിന്റെ റിസർച്ചിന് ശേഷം ഇദ്ദേഹം ഒരു പ്രൊജക്ട് ഉണ്ടാക്കി. ഇദ്ദേഹം ഒരു മോഡൽ പുറത്തേക്ക് കൊണ്ടുവന്നു. അത് നേരത്തെ പോലെ തന്നെ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു പോർട്ടൽ പോലത്തെ ഒരു മെഷീനായിരുന്നു. ഇവിടെ പൈസ വിഷയമില്ലാത്തതുകൊണ്ട് മൈക്കിന്റെ മാക്സിമം കഴിവുകളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ഒരുപാട് വേർഷൻസ് ഓഫ് ഈ മെഷീൻ അദ്ദേഹം ഉണ്ടാക്കി. അതായത് പല വേർഷനിലുള്ള മെഷീൻ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചു. ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് മോഡലിനകത്ത് നേരത്തെ പോലെ ലേസർ ഉപയോഗിച്ചിട്ടല്ല ഈ പറഞ്ഞ എയർ ചൂടാക്കിയത്, ഇൻബിറ്റ്വീൻ എയർ ചൂടാക്കിയത്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു തരത്തിലുള്ള ഒരു ഫിനോമിനൻ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഉള്ള ഒരു എയർ ഇങ്ങനെ ചൂടാക്കിയത്. ഈ ഒരു ഫിനോമിനൻ ഇദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത് പ്ലാസ്മ ടൊർണേഡോ എന്നാണ്. അതായത് പ്ലാസ്മയുടെ ഒരു ചുഴലിക്കാറ്റ്. അങ്ങനെ ഒരു ആസ് യൂഷ്വൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ടെസ്റ്റിംഗിൽ ഇവിടെ വ്യത്യാസമൊന്നുമില്ല, പൈസയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ടെസ്റ്റിംഗിൽ വ്യത്യാസമില്ല. അവിടെയുള്ള സംഭവങ്ങളൊക്കെ പോർട്ടലിൽ അകത്തേക്ക് ഇങ്ങനെ ഇടും. പക്ഷെ ഈ പ്രാവശ്യത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇതിന്റെ അകത്തേക്ക് ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെയൊന്നുമില്ലാതെ ഇങ്ങനെ മാഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇടുമ്പോൾ അതൊരു കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു 3-4 മീറ്റർ മാറിയിട്ട് ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോ ഇങ്ങനെ വീഴും. ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള 2 ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സംഭവിക്കാൻ കാരണം ഇദ്ദേഹം പറയുന്നത്, മൈക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഭൂമിയുടെ റൊട്ടേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്നാണ് മൈക്ക് അവിടെ പറയുന്നത്. ഇത്ര നേരം ഇതിന്റെ അകത്തേക്ക് ഇദ്ദേഹം ഇട്ടുകൊണ്ടിരുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷെ ഇനി മുതൽ അദ്ദേഹം ലിവിങ് ആയിട്ടുള്ളത് ചെറിയ ലാബ്രാഡ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിനകത്തേക്ക് ഇങ്ങനെ ഇട്ടു തുടങ്ങി. അതിലൂടെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ലിവിങ് ആയാലും നോൺ ലിവിങ് ആയാലും റിസൾട്ട് സെയിം ആണ് കിട്ടുന്നത്. അങ്ങനെ ഏകദേശം 200ഓളം തവണ ടെസ്റ്റും ഒബ്സർവേഷൻസ് ഒക്കെ എടുത്തപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലായി. അതായത് ഇവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റ്സ് ആണല്ലോ ഇവിടെ എയർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിന്റെ ആ ഒരു RPO ഇതിന്റെ അകത്ത് കൊടുക്കുന്ന ഒരു കറണ്ടും ഇല്ലേ, അത് തമ്മിൽ ഒരു തരത്തിലൊരു കോർഡിനേഷനിൽ വച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ദൂരത്തിൽ ഈ പറയുന്ന സംഭവങ്ങൾ, അതായത് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇടുന്ന സംഭവങ്ങൾ എത്ര ദൂരത്തിൽ ഇങ്ങനെ റിയപ്പയർ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു വാച്ച് എടുത്തു. ആ വാച്ച് എടുത്തിട്ട് ആ ഒരു സംഭവത്തിനകത്ത് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് എനിക്ക് ഈ ഒരു വാച്ച് ഒരു 10 മീറ്റർ അപ്പുറത്താണ് വന്ന് റിയപ്പയർ ചെയ്യിപ്പിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇത്ര RPMത്തിൽ ഈ ഒരു മാഗ്നറ്റ് കറക്കിയാൽ മതി, ഇത്ര കറണ്ടിനകത്തേക്ക് കൊടുത്താൽ മതി. അങ്ങനത്തെ ഒരു സംഭവം ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഇങ്ങനെ സ്കൈ റോക്കറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ അദ്ദേഹം ടെസ്റ്റ് ചെയ്യാത്തൊരു സംഭവം ഉണ്ട്, അതായത് മനുഷ്യര്, നമ്മള്. ഇത്തരത്തിലുള്ള ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റിന്റെ അകത്തേക്ക്, പ്രത്യേകിച്ച് ഇതേപോലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ആരും തന്നെ വോളണ്ടിയർലി പോവില്ല. പക്ഷെ ഇത് മൈക്കിന്റെ പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ മൈക്ക് പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ മൈക്ക് ഈ പറയുന്ന പോർട്ടലിന്റെ അകത്തേക്ക് കയറിപ്പോവുകയാണ്. അപ്പൊ മൈക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത്, കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു മീറ്റർ ഇത്ര ദൂരത്തിന് അപ്പുറം വന്നിങ്ങനെ റിയപ്പയർ ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇദ്ദേഹം അതിനകത്തേക്ക് കയറിപ്പോയത്. പക്ഷെ അദ്ദേഹം കയറിപ്പോയത് മാത്രമേ അവിടെയുള്ള ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം റിയപ്പയർ ചെയ്തിട്ടില്ല. മൈക്കിന്റെ ഈ ഒരു ഡിസപ്പിയറൻസിന് ശേഷം ആർത്തർ എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂർ ഇല്ല, നേരത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന പുള്ളിയില്ലേ, ആ പുള്ളി ഈ വെയർ ഹൗസിൽ, അതായത് ഈ പറയുന്ന ഒരു എക്സ്പെരിമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോയി അവിടെയുള്ള ആൾക്കാരുടെ ഇങ്ങനെ ചോദിച്ചു മൈക്ക് എവിടെ പോയി എന്നുള്ളത്. പക്ഷെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും പറയുന്നത് മൈക്ക് എങ്ങോട്ടോ പോയി, അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോ മൈക്കിന് എന്താണ് സംഭവിച്ചത്, മൈക്ക് എവിടേക്കാണ് പോയത്, അതിന് ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഈ പോർട്ടലകത്തേക്ക് കയറിപ്പോയ മൈക്ക് നേരെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പാടത്തിന്റെ നടുക്കായിരുന്നു. ഇദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് റീഗെയിൻ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം സിവിയർ ആയിട്ടുള്ള തലവേദനയും
വളരെയധികം അസ്വസ്ഥതയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇദ്ദേഹം പോയത്. പോർട്ടലിനകത്തോടെ ട്രാവൽ ചെയ്തതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവണമെന്ന് അറിയില്ല, ഇദ്ദേഹത്തിന് സിവിയർ ആയിട്ടുള്ള മെമ്മറി ലോസും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഇദ്ദേഹത്തിന്റെ പേര് പോലും ഇദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ പയ്യെ ക്ലിയർ ആയി വന്ന് തലവേനൊക്കെ അങ്ങനെ പയ്യെ കുറഞ്ഞു വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ ആ ഒരു ഹോം ടൗണിൽ നിന്ന്, ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 1300 കിലോമീറ്റർ മാറിയിട്ടുള്ള ഓഹയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം റീഅപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇദ്ദേഹം ഈ പോർട്ടൽ അകത്തേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൈവശം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പൈസ അങ്ങനെയുള്ള ID പ്രൂഫ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇദ്ദേഹം പയ്യെ നടന്ന് തൊട്ടടുത്തുള്ള ഒരു ഹോംലെസ് ഷെൽട്ടറിനടുത്തേക്ക് പോയി. അവിടെ എത്തി ഇദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴാണ് തൊട്ടടുത്ത ഒരു ന്യൂസ് പേപ്പർ ഇദ്ദേഹം കാണുന്നത്. അപ്പൊ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് ഇദ്ദേഹം എപ്പോഴാണോ ആ പോർട്ടലിന്റെ അകത്തേക്ക് കയറിപ്പോയത് ആ ഒരു വർഷത്തിൽ നിന്ന് 2 വർഷം ഫ്യൂച്ചർ ആണ് ഇപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ പ്രസന്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൈക്ക് 2 വർഷം ടു ദി ഫ്യൂച്ചർ ടൈം ട്രാവൽ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് മൈക്ക് ഉദ്ദേശിച്ച റിസൾട്ട് അല്ല കിട്ടിയത്, രണ്ടാമത് ഇദ്ദേഹം 2 വർഷം ടു ദി ഫ്യൂച്ചർ ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് ഈ പറയുന്ന 1300 കിലോമീറ്റർ അപ്പുറത്താണ് ഇദ്ദേഹം വന്നിങ്ങനെ അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം കൺഫ്യൂസ്ഡും ഭ്രാന്തമായിട്ട് എങ്ങനെയോ വണ്ടി അതൊക്കെ വിളിച്ചുകൊണ്ട് ഈ പറഞ്ഞ വെയർ ഹൗസിലേക്ക് പോയി. അതായത് മൈക്ക് എവിടെ വെച്ചാണോ ആ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ആ ഒരു സ്ഥലത്തേക്ക് പോയി. നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക, മൈക്കിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് എന്ന് പറയുന്നത് ആ പോർട്ടലിൽ നിന്ന് കയറിയിട്ട് 2 വർഷത്തിന് ശേഷമാണ്, 2 വർഷത്തിന്റെ ഫ്യൂച്ചറാണ്. അങ്ങനെ എങ്ങനെയോ ബസ്സും ട്രെയിനൊക്കെ പിടിച്ച് മൈക്ക് ഈ പറഞ്ഞ വെയർ ഹൗസിലേക്ക്, അതായത് ഈ ലാബിലേക്ക് എത്തി. പക്ഷെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നില്ല, ആ ഒരു പോർട്ടൽ ഉണ്ടായിരുന്നില്ല, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സംഭവം ഫുൾ സീസ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മൈക്ക് കണ്ടക്ട് ചെയ്ത ഓരോ എക്സ്പെരിമെന്റും, ഓരോ ഒബ്സർവേഷൻസും, ഓരോ റെക്കോർഡിങ്ങും എല്ലാം റെക്കോർഡ് ആയിരുന്നു. എല്ലാത്തിന്റെ വീഡിയോ ഫുട്ടേജ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു എവിഡൻസ് പോലും, ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതായിട്ടുള്ള ഒരു എവിഡൻസ് പോലും അവിടെ ഇല്ലാണ്ടാണ് ശരിക്കും ആ ഒരു സ്ഥലം അവിടെ നിൽക്കുന്നത്. അതായത് അങ്ങനത്തെ ഒരു സംഭവമേ അവിടെ സംഭവിക്കാത്ത രീതിയിലാണ് ശരിക്കും മൈക്ക് അവിടെ എത്തിയപ്പോൾ കണ്ടത്. ഇതൊക്കെ കാണുമ്പോഴും മൈക്ക് മാനസികമായിട്ട് തളർന്നില്ല. അതായത് ഇദ്ദേഹത്തിന് അറിയാം ഈ മെഷീൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ മൈക്കിന് ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് വീണ്ടും കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ 2 വർഷം ഫ്യൂച്ചറിൽ നിൽക്കുന്ന ആ ഒരു ഓർഡറിനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മീറ്റ് ചെയ്താൽ മതി. അതായത് നേരത്തെ പറഞ്ഞ ഒരു ഇന്റർവ്യൂ എടുത്ത ആളില്ലേ, അദ്ദേഹത്തിനെ വീണ്ടും ഒന്ന് മീറ്റപ്പ് ചെയ്താൽ മതി. അപ്പൊ അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത്. ഇതിനു മുമ്പ് മൈക്കിന് സ്പോൺസർ ചെയ്ത ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ടുമുട്ടുകയും അങ്ങനെ അവരൊക്കെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യുകയും, അതായത് 2 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഈ പറഞ്ഞ ഓർഡറും കാര്യങ്ങളെല്ലാം മൈക്കിനെ പിന്നെ കാണുന്നത്. അങ്ങനെ വീണ്ടും മൈക്കിന് ഒരുപാട് പൈസ കിട്ടുകയും ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊജക്ട് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഐഡിയ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വേഗത്തിലാണ് ഇദ്ദേഹം ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതിനു മുമ്പ് ഇദ്ദേഹം ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സിന്റെ അകത്തൂടെ ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, അതിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായിരുന്നു. അതായത് ഈ ഒരു പോർട്ടലിനകത്തേക്ക് ഈ പറഞ്ഞ മെറ്റാലിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ, മറ്റുള്ള ഒബ്ജക്റ്റ് കുഴപ്പമില്ല, മെറ്റാലിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ അതോടെ പോവുകയാണെങ്കിൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ചിലപ്പോൾ നോർമലി റീഅപ്പിയർ ചെയ്യും, ചിലപ്പോൾ റീഅപ്പിയറേ ചെയ്യില്ല, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അങ്ങനെ പല പല മിക്സ്ഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ആണ് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ മെറ്റാലിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അകത്തേക്ക് കയറുമ്പോഴുള്ള ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ഫാരഡേ കേജ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി. അതിന്റെ അകത്ത് ഒരു മെറ്റാലിക് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ ഒരു പോർട്ടൽ അകത്തൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം അദ്ദേഹം വീണ്ടും പോർട്ടലിനകത്തോടെ കയറി പോവുകയാണെങ്കിൽ ഒരു എവിഡൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്, അതായത് എന്തെങ്കിലും ഒരു ക്യാമറയോ എന്തെങ്കിലും ഒരു സെൽഫോണോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ കൂടെ കയ്യിൽ കരുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ അദ്ദേഹം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചത്. അങ്ങനെ ഇദ്ദേഹം വീണ്ടും ആ ഒരു പോർട്ടൽ പോലത്തെ ഒരു മെഷീൻ ഉണ്ടാക്കി, ഈ പറഞ്ഞ ഒരു ഫാരഡേ കേജ് പോലത്തെ ഒരു പ്രൊട്ടക്റ്റീവ് എൻക്ലോഷർ ഉണ്ടാക്കി. ഇദ്ദേഹം കയ്യിൽ ഇതേപോലെ ഒരു ഫോണും ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു കേജിന്റെ അകത്ത് നിന്നിട്ട് ഈ ഒരു പോർട്ടലിനകത്തൂടെ അങ്ങോട്ട് കയറിപ്പോയി. ഇപ്പോഴും നേരത്തെ സംഭവിച്ച പോലെ തന്നെ അദ്ദേഹം കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിപ്പോയി. അദ്ദേഹം എങ്ങോട്ടാണ് പോയത് എന്ന് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മൈക്ക് വീണ്ടും ഡിസപ്പിയർ ആയി പോയി എന്നുള്ള ഒരു വിവരം ആർത്തർ പിന്നെയും കേട്ടു. അപ്പൊ അദ്ദേഹത്തിന് ഈ പ്രാവശ്യം ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതായത് മൈക്ക് വീണ്ടും ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള ഒരു ഹോപ്പ്. ആദ്യം മൈക്ക് ഡിസപ്പിയർ ചെയ്തതിന് പിന്നെ 2 വർഷത്തിന് ശേഷം മൈക്ക് പിന്നെയും ഇദ്ദേഹത്തെ ആർത്തറിനെ കോണ്ടാക്ട് ചെയ്തതുപോലെ തന്നെ വീണ്ടും ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്ന ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ആർത്തർ ഇതേപോലെ ഒരു ദിവസം ഇങ്ങനെ ബ്രോഡ്കാസ്റ്റും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരാള്, അദ്ദേഹം ഒരു 1930 ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ കിട്ടിയെന്ന് പറഞ്ഞിങ്ങനെ വരുന്നത്. അപ്പോൾ ആ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിനകത്ത് പറയുന്നത് 1930 ഒരു ബീച്ചിൽ
ഒരു ട്യൂബ് പോലത്തെ ഒരു സംഭവം, അതായത് ഒരു തരത്തിലുള്ള ഒരു വെസൽ പോലത്തെ ഒരു സംഭവത്തിന്റെ അകത്ത് ഒരാൾ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ് ശരിക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരു വെസലിന്റെ അകത്ത് ഈ പറയുന്ന ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ശരിക്കും അതിനകത്ത് പറയുന്നത്. അതായത് മൈക്ക് ഏത് രീതിയിലാണോ ഈ പോർട്ടലിനകത്തേക്ക് പോയത് അതിനോട് വളരെയധികം റിസംബിൾ ചെയ്യുന്ന ഒരു കേസാണ് ശരിക്കും ആ പഴയ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. അങ്ങനെ ഓതറിന്റെ ആ ഒരു വിശ്വാസം, അതായത് മൈക്ക് വീണ്ടും റീഅപ്പിയർ ചെയ്യും, ഇദ്ദേഹത്തിനോട് കോണ്ടാക്ട് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെടേണ്ടി വന്നില്ല. അങ്ങനെ 2015 വീണ്ടും ഓതറും മൈക്കുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്തുകയും ചെയ്തു. ഈ ഒരു ഇന്റർവ്യൂവിൽ മൈക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീബങ്ക് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ഫാക്ടറാണ് 1930 ആ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. അത് മൈക്കാണ് എന്നുള്ള ഒരു സംഭവം, അത് വളരെയധികം പ്രചരിച്ചൊരു വാർത്തയും കൂടിയായിരുന്നു. അപ്പോൾ അത് മൈക്കല്ല എന്നുള്ളൊരു കാര്യം മൈക്കിന്റെ ഒരു അപ്പിയറൻസിലൂടെ അദ്ദേഹം ഡീബങ്ക് ചെയ്തു. ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഒരു ഹോക്സ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം അവർ ചെയ്തിട്ടുണ്ടാക്കിയത്. പിന്നെ വേറെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്താ വെച്ചാൽ മൈക്ക് ഇതേപോലെ വീണ്ടും ഡിസപ്പിയർ ആയി പോയല്ലോ. അപ്പൊ ഇദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയി റീഅപ്പിയർ ചെയ്തിട്ട് അവിടെ ഹോംലെസ് ആയിട്ട് നിന്നിട്ട് അദ്ദേഹം സ്റ്റാർവേഷൻ കൊണ്ട് എങ്ങനെ മരിച്ചു പോയി എന്നുള്ളൊരു സ്റ്റോറി ഇങ്ങനെ പടരുന്നുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റാണെന്നുള്ളത് മൈക്കിന്റെ റീഅപ്പിയറൻസിലൂടെ ഇദ്ദേഹം ഡീബങ്ക് ചെയ്തു. അപ്പൊ ഇതാണ് മൈക്ക് ദ മാഡ്മാൻ മാർക്കം എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി, ആ ഒരു ഇൻസിഡന്റ്. ടൈം ട്രാവൽ, ടൈം മെഷീൻ, പോർട്ടൽ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നതും ഞാൻ എപ്പോഴും സ്ഥിരം കിട്ടുന്ന ഒരു വീഡിയോ റിക്വസ്റ്റും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിന് ശരിക്കുള്ള സത്യാവസ്ഥ എന്താണ്? സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് പ്യൂർലി തിയറിറ്റിക്കലായിട്ട് ഒരു ടൈം മെഷീൻ അല്ലെങ്കിൽ ഒരു ടൈം ട്രാവൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈ വോൾട്ടേജും മാഗ്നറ്റിസവും വേണ്ടി വരും. എന്നാൽ അത് തന്നെയാണ് മൈക്ക് ഇവിടെ അച്ചീവ് ചെയ്തെടുത്തത്. ഇവിടെ ഹൈ വോൾട്ടേജും ഉണ്ട്, ഈ പറയുന്ന പോലെ മാഗ്നറ്റിസം കൂടെ ഉണ്ട്. എന്നാൽ സർപ്രൈസിംഗ്ലി ഈ ഒരു സംഭവം തന്നെയാണ് നിക്കോള ടെസ്ലയും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ മൈക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു വോർട്ടെക്സ്, ആ ഒരു സംഭവമില്ലേ, ആ ഒരു പോർട്ടൽ പോലത്തെ ഒരു സംഭവമില്ലേ, അതിൻ്റെ അകത്ത് എക്സ്ട്രീം ഗ്രാവിറ്റി ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളത്. അതായത് ബ്ലാക്ക് ഹോളിനകത്ത് ഈ പറയുന്ന പോലെ എക്സ്ട്രീം ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് അവിടുത്തെ സമയത്തിന് വേരിയേഷൻ വരുന്നില്ല, സമയം കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നില്ലേ. ചിലപ്പോൾ അതേപോലത്തെ ഒരു ഫിനോമിനൻ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഈ ബ്ലാക്ക് ഹോളിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതായത് മൈക്കിന് അറിയാം ശരിക്കും അവിടുത്തെ സയൻസ് എന്താണ്, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈക്കിന് കറക്റ്റ് ബോധ്യമുണ്ട്. അല്ലാണ്ട് വെറുതെ ഒരാൾ വന്നിങ്ങനെ പറയുന്നതല്ല. പിന്നെ ഇതിനോടുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ടൈം ട്രാവൽ എന്ന് പറയുന്നത് ശരിക്കും മൊത്തത്തിൽ ബൗണ്ട് ആയിട്ട് ഇളക്കേണ്ട ഒരു സംഭവം ആയിരിക്കണ്ടേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് റീഅപ്പിയർ ചെയ്യാന്ന് വിചാരിക്കും, ഇദ്ദേഹത്തിന് സംഭവിച്ചോളൂ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് മാഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ റീഅപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂമി ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ലേ. അതായത് ഞാൻ റീഅപ്പിയർ ചെയ്യുന്നത് സ്പേസിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പോയിന്റ്, അതൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഭൂമി ഈ ഒരു പൊസിഷനിൽ ഉണ്ടാവില്ല. ഭൂമി എവിടെ കുറെ കിലോമീറ്റേഴ്സ് അപ്പുറമായിരിക്കും, കുറെ 1000 കിലോമീറ്റേഴ്സ് അപ്പുറമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ സ്പേസിൽ തന്നെയായിരിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതേപോലെ വോർട്ടെക്സിന്റെ അകത്തൂടെ പോർട്ടലിനകത്തൂടേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാനൊരു സ്പേസിൽ വന്ന് നിൽക്കണ്ടേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു ഉത്തരം ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയുടെ അകത്തുണ്ട്. അതായത് ഭൂമിയുടെ ഗ്രാവിറ്റി ആയിട്ട് ഈ ഒരു സംഭവം ബൗണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ക്ലെയിംസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു സ്പേസ് ടൈം മെഷീൻ ആണെന്നാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. മൈക്കുമായിട്ടുള്ള ഇന്റർവ്യൂയുടെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഇന്റർവ്യൂ ഒന്ന് മുഴുവൻ കാണാൻ ശ്രമിക്കുക. കുറച്ചധികം നേരമുള്ള ഒരു ഇന്റർവ്യൂ ആണ്, പക്ഷെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് മൈക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. മൈക്ക് ഇനിയിപ്പോ ഈ മെഷീൻ ഉണ്ടാക്കുന്നുണ്ടോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, അതിനെ പറ്റിയിട്ടുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ല. പിന്നെ മൈക്ക് ആദ്യമായിട്ട് ഡിസപ്പിയർ ആയിട്ട് പിന്നെ 2 വർഷത്തിന് ശേഷം റീഅപ്പിയർ ആയിപ്പോ അദ്ദേഹത്തിന്റെ ഒരു വെയർ ഹൗസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിപ്പോയ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് ആൾക്കാർ പറയുന്നത് ഈ പറഞ്ഞ ഗവൺമെന്റ് എല്ലാം ഇത് സീസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇത്രം സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരിക്കലും ബിലീവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവം ശരിക്കും നടന്നിരിക്കും. അത് അത്യാവശ്യം ഫേമസ് ആയി. അപ്പോൾ അത് അധികം പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഗവൺമെന്റ് സീസ് ചെയ്തതെന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുള്ളത്, ഞാൻ ഇതേപോലുള്ള ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒട്ടുമിക്ക കമന്റ്സും ഞാൻ ഇതിനെ വളരെയധികം അന്ധമായിട്ട് വിശ്വസിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് ശരിക്കും ഒരുപാട് ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നത്.
ഇൻ റിയാലിറ്റി ഞാൻ ഇതേപോലുള്ള ഇവന്റ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഞങ്ങളോട് വീഡിയോ അതിന്റെ അവസാനം മിക്ക വീഡിയോന്റെ അവസാനം ഞാൻ അതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഇവന്റ്സും ഇങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇതൊരു സ്റ്റോറി എന്നുള്ളൊരു സെൻസിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം റിസർച്ച് ചെയ്യാം. ഫ്രീ ആണ്, നമുക്ക് ഇന്റർനെറ്റിലായിക്കോട്ടെ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഇതിന്റെ സോഴ്സൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ തന്നെ മാക്സിമം ഒന്ന് റിസർച്ച് ചെയ്തിട്ട് അതിനെപ്പറ്റി മാക്സിമം പഠിച്ചിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നോക്കാം. ഇനി എൻ്റെ ഒരു വേർഡിക്റ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് സയന്റിഫിക് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിത് ശരിക്കും നടന്ന സംഭവം ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാ വിശ്വസിക്കുള്ളൂ. ആ ഒരു മെന്റാലിറ്റിയാണ് ശരിക്കും മൊത്തം ഹ്യൂമാനിറ്റിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇത് വിശ്വസിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.